ബിഗ് ബോസിൽ ഇനി രണ്ടാമതൊരു പണപ്പെട്ടി വരില്ല എന്നിപ്പോൾ കൺഫേം ആയിരിക്കുകയാണ്. ബിഗ് ബോസിന്റെ ലൈവില് അല്പസമയം മുൻപേ മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞു. മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് തിരിച്ചു കയറുന്ന സമയത്ത് വീട്ടിന്റെ അകത്ത് ആ പണപ്പെട്ടി ഇരുന്ന ആ ഒരു ടേബിൾ അവർ എടുത്തോണ്ട് പോയി. മോർണിംഗ് ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് അവിടെ ബ്ലൈൻഡ്സ് ഇട്ടിരുന്നു, അകത്ത് എന്താണ് നടക്കുന്നതെന്ന് അവർക്ക് കാണത്തില്ല. അപ്പോൾ അത് കഴിഞ്ഞ് അവർ വീട്ടിൽ കയറിയുന്ന സമയത്താണ് അവരിത് ശ്രദ്ധിച്ചത്. അപ്പൊ അവർ തമ്മിൽ പറയുന്നുണ്ട്, അയ്യോ എന്റെ 10 ലക്ഷം പോയേ, ഞങ്ങൾ 10 ലക്ഷം പ്രതീക്ഷിച്ചിരുന്നതാണേ എന്നൊക്കെ അവരിങ്ങനെ പറയാണ്. കാരണം അവർ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു വീണ്ടും പണപ്പെട്ടി വെക്കുമെന്ന്. പക്ഷെ ആ ഒരു സാധനത്തിന്റെ സ്റ്റാൻഡ് പോലും അവിടെ കണ്ടില്ല. അപ്പൊ അവർ തമ്മിൽ ഇങ്ങനെ പറയാണ്, അതിന്റെ പൊടി പോലും കാണാനില്ലല്ലോ, അത് എവിടെ ഇരുന്നേന്ന് പോലും അറിയാൻ പറ്റത്തില്ലല്ലോ എന്ന രീതിയിൽ അവർ മൊത്തം അഴിച്ചെടുത്തുകൊണ്ട് പോയി. കാര്യം രണ്ടാമത് ഇതുവരെ ഒരു പണപ്പെട്ടി അങ്ങനെ ഒരു ബിഗ് ബോസിലും വെച്ചിട്ടില്ല. ഇതൊക്കെ അവർക്ക് ഒരു കണ്ടന്റ് മാത്രമാണ്, ഒരു കണ്ടന്റിന് വേണ്ടി മാത്രമാണ് ഒരു പണപ്പെട്ടി വെച്ചത്. അത് ഓൾറെഡി ഒരാൾ എടുത്തു കഴിഞ്ഞു, ആ കണ്ടന്റ് ബിഗ് ബോസിന് കിട്ടി. ഇനി വീണ്ടും കുറച്ച് പൈസ വേറൊരാൾക്ക് വെറുതെ കൊടുക്കുന്നതിന് ബിഗ് ബോസിന് താല്പര്യം ഉണ്ടായിരിക്കില്ല. കാരണം ഓൾറെഡി ഒരു കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞു, ഇനി വീണ്ടും പണപ്പെട്ടി വെക്കേണ്ട കാര്യമില്ലല്ലോ. പണപ്പെട്ടി വീണ്ടും വെച്ചേനെ, പക്ഷെ സായി എടുത്തത് കൊണ്ട് ഇനി വെക്കത്തില്ല. സായി അത് ഒരുപക്ഷെ എടുത്തില്ലായിരുന്നെങ്കിൽ ആ പണപ്പെട്ടി മാറ്റിക്കൊണ്ടിരുന്നേനെ. 5 ലക്ഷത്തിന് പകരം പിന്നെ 3 ലക്ഷം വെക്കും, അടുത്ത ചിലപ്പോൾ 8 ലക്ഷം വെക്കും, അങ്ങനെ അടുത്തടുത്ത പെട്ടികൾ വന്നേനെ. പക്ഷെ ആദ്യം വെച്ച പെട്ടി തന്നെ ഒരാൾ എടുത്തത് കൊണ്ട് ഇനി വേറെ ഒരു പെട്ടി വെക്കില്ല എന്ന് നമുക്കിപ്പോൾ കൺഫേം ആയിരിക്കുകയാണ്. ബിഗ് ബോസിന്റെ ലൈവിൽ ആ ഒരു ടേബിൾ സഹിതം ബിഗ് ബോസ് അത് എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്. ഇനി ഒരു പണപ്പെട്ടി വരത്തില്ല. ബിഗ് ബോസിന്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട്